ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടതിൽ എനിക്ക് ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു അഫോർഡബിൾ പ്രൈസിലുള്ളൊരു മേക്കപ്പ് വേണം, പ്രൊഡക്റ്റ് ചോദിച്ചു, അതേപോലെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ്സ് ചോദിക്കും. അപ്പോൾ ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ഫൈനൽ ലുക്കാണ് ഞാനിപ്പോൾ ഞാൻ ഹിജാബാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണാം. അതിൻ്റെ മുന്നേ എൻ്റെ പേര് അമീറ, ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. നമ്മളിവിടെ മലപ്പുറം തന്നെയാണ് താമസിക്കുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ആക്കാം. അപ്പോൾ നമുക്ക് മേക്കപ്പ് കിടക്കും. അപ്പം ഞാനിപ്പോൾ ഫേസ് ക്ലെൻസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഞാനൊരു ലെൻസ് വെച്ചിട്ടുണ്ട്, ഒരു ബ്രൗൺ ഷെയ്ഡ് ലെൻസിൻ്റെ ഒരു ബ്രൗൺ ഷെയ്ഡ് ലെൻസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫേസ് നല്ലപോലെ ക്ലെൻസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ക്ലെൻസർ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഫേസ് വാഷ് യൂസ് ചെയ്യുക. ഞാൻ ഫേസ് വാഷ് ഏതാണെന്നൊന്നും കാണിക്കുന്നില്ല. നിങ്ങൾ സ്കിൻ ടൈപ്പിന് ഏതാണോ മാച്ച് ആ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഫേസ് നല്ലപോലെ ക്ലീൻ ചെയ്യാൻ. എന്നിട്ടാണ് നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്ന മോയ്സ്ചർ ഇതാണ്, PSCയുടെ അക്വാബ്ലാസ്റ്റ് ആണ്. ഇതൊരു വാട്ടർ ബേസ് ആണ് കേട്ടോ അത്. അപ്പോൾ ഈ ഒരു മോയ്സ്ചറാണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മോയ്സ്ചർ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്കിൻ ടൈപ്പ്, അതായത് ഏതൊരു സ്കിൻ ടൈപ്പിനെയും ഒരേപോലത്തെ ഒരു ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വാട്ടർ മോയ്സ്ചർ പോലത്തെ പ്രൊഡക്റ്റ് യൂസ് ആക്കുന്നത് എപ്പോഴും നല്ലതാണ്. നിങ്ങളിപ്പോൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരു എന്താ പറയുക ഒരു മോയ്സ്ചർ ഉണ്ടെങ്കിലും ഇതും അതിൻ്റെ കൂടെ ഒന്ന് ആഡ് ആക്കുന്നത് ഒന്നും കൂടി ബെറ്റർ ആകും. കാരണം ഒന്നും കൂടി ഹൈഡ്രേറ്റ് ആയിട്ട് നമ്മളെ ഫേസ് കൂടുതൽ ടൈം ലാസ്റ്റ് ചെയ്ത് നിൽക്കും. ആ മോയ്സ്ചറിൻ്റെ ആ കണ്ടൻറ്റ് നമ്മളെ ഫേസിൽ കൂടുതൽ ടൈം നിൽക്കും. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഇത് തോന്നിയിട്ടുണ്ട് കേട്ടോ അത് യൂസ് ചെയ്തിട്ട്. അതേപോലെ ന്യൂട്രിജൻ്റെ ഒരു വാട്ടർ ബൂസ്റ്റും ഉണ്ട്. അത് അത്യാവശ്യം എക്സ്പെൻസ് ആണ്. ഇത് കൂടുതൽ എക്സ്പെൻസിൽ. ഇത് PSCയുടെ അക്വാബ്ലാസ്റ്റിൻ്റെ മിനിയാണ്, ചെറിയ ബോട്ടിലാണ്. അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട് ഫേസിൽ. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ കൊടുക്കട്ടെ നമ്മൾ, കാരണം ഇതാണ് നമ്മുടെ ബേസ് വരുന്നത്. നമ്മളെ മോയ്സ്ചറാണ് നമ്മളെ ബേസ് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുക. നമ്മൾ സ്കിൻ പ്രെപ്പിംഗ് ആണ് നമ്മളെ മേക്കപ്പിൻ്റെ ഫസ്റ്റിൽ നമുക്ക് വേണ്ടത്. സ്കിൻ പ്രെപ്പിംഗ് നല്ലപോലെ ചെയ്യുക. ഓരോ പ്രൊഡക്റ്റും ഡ്രൈ ആയതിനു ശേഷം നമ്മൾ അടുത്ത പ്രൊഡക്റ്റ്, ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ അതിലും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് അഫോർഡബിൾ പ്രൈസിലുള്ളൊരു മേക്കപ്പ് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ജസ്റ്റ് കാണിക്കാണ്. പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇതിൽ ഞാൻ 2 ടൈപ്പ് പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലത് തോന്നിക്കുന്നതും വാങ്ങിയിട്ടുണ്ട്, പിന്നെ ഒരു നോർമൽ ലെവലിലുള്ള പ്രൊഡക്റ്റും വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ മോയ്സ്ചർ ഇട്ട് ഭയങ്കര സ്മൂത്തായിട്ട് പോകുന്നുണ്ട് കേട്ടോ അത്. അപ്പോൾ അടുത്തത് കാണിക്കാൻ പോകുന്നത് മാസിൻ്റെ ഒരു 0 പ്രൈമറാട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രൈമറിന്. ഇത് കൂടുതൽ പ്രൈസ് ഒന്നുമില്ല, ഒരു 250 അതിൻ്റെ ഒക്കെ ഉള്ളിലേ ഉള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ, ഇങ്ങനെയാണ് ടെക്സ്ചർ, ഇങ്ങനെയാണ് വരുന്നത്, ഒരു ജെൽ ടൈപ്പ്. അപ്പോൾ നമുക്ക് ഇട്ട് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ചെയ്ത ആ പ്രൊഡക്റ്റ് നല്ലപോലെ തന്നെ നമ്മൾ ഫേസിൽ അബ്സോർബ് ആയിട്ടുണ്ട്. ഭയങ്കര നമ്മൾ പോസും കാര്യങ്ങളൊക്കെ നല്ലപോലെ ക്ലോസ് ചെയ്യുന്ന ഒരു ടെക്സ്ചറാണിത്. ഭയങ്കര സ്മൂത്തായിട്ടാട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾക്ക് കൂടുതലായിട്ട് സ്വെറ്റ് ചെയ്യേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ പ്രൈമർ കൊടുക്കാൻ. അതായത് നമ്മൾ ഈ നോസിൻ്റെ ഏരിയ, അതേപോലെ ലിപ്പിൻ്റെ ഏരിയ, അവിടെയൊക്കെ അതേപോലെ ഈ ഭാഗങ്ങളാവുമ്പോൾ നമുക്ക് കൂടുതൽ പോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് പ്രൈമർ ഒന്ന് അപ്ലൈ ചെയ്യാം. കുഴപ്പമില്ലാത്തൊരു ക്വാണ്ടിറ്റി തന്നെ നമുക്ക് എടുക്കാം. നല്ല പോലെ തന്നെ ഇങ്ങനെ ആദ്യം ഇട്ട പ്രൊഡക്റ്റ് കൂടുതൽ കുത്തിക്കളിക്കാതെ നമ്മൾ മെല്ലെ പയ്യെ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കട്ടാ. ഓക്കെ, അപ്പം ഞാനിപ്പോൾ പ്രൈമർ ഇട്ടു, മോയ്സ്ചർ ഇട്ടു, ഓക്കെ കേട്ടോ. അപ്പം നമ്മൾ ഈ 2 പ്രൊഡക്റ്റ് ഇട്ടിട്ടുണ്ട്. ഇത് പിന്നെ നമുക്ക് ഡ്രൈ ആവാനൊന്നുമില്ല. അത് അത്യാവശ്യം ഒരു ജെൽ ടൈപ്പ് പോലത്തെ ഒരു കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ ഇത് നമ്മൾ അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് തന്നെ നമ്മളെ ഫേസിൽ എടുക്കും. അപ്പം ഇനി ഇതൊന്ന് ഒരു 2 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം വേണമെങ്കിൽ. കാരണം ഇതങ്ങനെ ഒരു അബ്സോർബ് ആവേണ്ട ടൈപ്പ് അല്ല. നമ്മൾ പോസിനെ ക്ലോസ് ചെയ്യേണ്ടതാണ്. നമ്മൾ ഫൗണ്ടേഷൻ നല്ലപോലെ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്.
പിന്നെ ഞാൻ ഐബ്രോ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ, കാരണം എൻ്റെ ഐബ്രോ അത്യാവശ്യം ഷേപ്പിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഐബ്രോയിൽ ഒന്നും തൊട്ടിട്ടില്ല. പിന്നെ ഇനി അഥവാ ലൈറ്റായിട്ടുള്ള ഒരു ഐബ്രോ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിനൊന്ന് ഫില്ല് ചെയ്യുക, ആ ഐബ്രോസിനൊന്ന് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യുക. പിന്നെ അതേപോലെ ചെറിയ ഷോർട്ടായിട്ടുള്ള ഒരു ഐബ്രോ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അതിനൊരു വാല് വരച്ചിട്ടൊന്ന് ഷേപ്പ് ആക്കി എടുക്കുക. അപ്പോൾ അത്ര ചെയ്താൽ മതി. കൂടുതലായിട്ട് നമ്മൾ ഐബ്രോയിൽ കളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഐബ്രോ ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് കാണിക്കും. ഇനിയിപ്പോൾ നമ്മൾ മേക്കപ്പ് ഒന്ന് ഇത്തിരി ഒന്ന് സ്വെറ്റായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഐബ്രോയ്ക്ക് ഒന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഐബ്രോ കഴിയുന്നതും ലേറ്റായിട്ട് ചെയ്യുക. ലേറ്റായിട്ട് നമ്മൾ വരക്കുക, സിമ്പിളാക്കി ചെയ്യുക. അതേപോലെ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യരുത്, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു ആർട്ടിഫിഷ്യൽ ലുക്ക് നമ്മൾ ഒരിക്കലും നമ്മൾ ഫേസിൽ കൊടുക്കരുത്. അപ്പോൾ ലേറ്റായിട്ട് ഐബ്രോ തീരെ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ബ്രൗൺ ഒരു ഐബ്രോ പെൻസിൽ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പൗഡർ ടൈപ്പ് വെച്ചിട്ടോ നിങ്ങൾക്ക് ഏതാണോ ബെറ്റർ ഏതായി തോന്നുന്നത് അത് വെച്ചിട്ട് നിങ്ങൾ ചെയ്യാം. അതിൽ ഓൾറെഡി എന്നെപ്പോലെ ഇതേപോലത്തെ ഡാർക്ക് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഐബ്രോ തൊടാനേ പോവരുത്. കാരണം അത് നമ്മൾക്ക് കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് കുട്ടികൾക്കൊക്കെ, ചെറിയ മക്കൾക്കൊക്കെ നമ്മൾ കൺമഷി വരക്കുന്ന പോലെ അത് നമുക്ക് എടുത്തിട്ട് കാണിക്കും. അപ്പോൾ ഐബ്രോ ഉള്ളവരാണെങ്കിൽ ഒന്നും ചെയ്യരുത്, അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഐബ്രോ ഷേപ്പ് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യുക. ജസ്റ്റ് ഒന്ന് നമ്മൾക്ക് ലെങ്ത്ത് കൂട്ടണം എന്നുണ്ടെങ്കിൽ ലെങ്ത്ത് കൂട്ടണ പോലെ നമ്മൾ നിന്ന് ജസ്റ്റ് ഒന്ന് പെൻസിൽ ടൈപ്പ് വെച്ചിട്ടൊന്ന് വരക്കാം. വരക്കുന്നതിന് കൂടെ തന്നെ നമ്മൾ ആ ബ്രഷ് വെച്ചിട്ട് ഇതേപോലത്തെ എന്തെങ്കിലും ഒരു ബ്രഷ് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് നല്ലപോലെ ഒന്ന് ഇങ്ങനെ കോംബ് ചെയ്ത് കൊടുക്കുക. കോംബ് ചെയ്തിട്ട് ആ എവിടെയെങ്കിലും പൗഡറോ അല്ലെങ്കിൽ ഐബ്രോസോ എന്തെങ്കിലും ഐബ്രോ പെൻസിലുള്ള എന്തെങ്കിലും കളേഴ്സ് ഡാർക്കായിട്ട് അവിടെ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊന്ന് ലൈറ്റ് ആക്കിയിട്ട് നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഐബ്രോ ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ നെക്സ്റ്റ് നമ്മൾക്കൊന്ന് കളർ ഒന്ന് കറക്റ്റ് ചെയ്യും. അപ്പം ഇവിടെ കൺസീലറിന് യൂസ് ചെയ്യുന്നത് മാസിൻ്റെ 06 കൺസീലറാണ്. അതായത് ഹണി ഗ്ലോ ആണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത്. അപ്പോൾ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. 06 ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കൺസീലർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഫേസിലെ എല്ലാ ഭാഗങ്ങളിലും ഒരേപോലത്തെ ഷെയ്ഡ് ആയിക്കോണമെന്നില്ല. അതായത് ചിലപ്പോൾ നമ്മൾ കണ്ണിൻ്റെ താഴെ ഭാഗം അതേപോലെ ലിപ്പിൻ്റെ ചുറ്റിലും അങ്ങനത്തെ ഭാഗങ്ങളിലൊക്കെ നമ്മുടെ സ്കിന്നിൽ കൂടുതലായി കളറിനേക്കാളും ഒരു പൊടി ഡാർക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ അവിടെ നമ്മൾ ഇത് വെച്ചിട്ട് കളർ കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഫേസിലെ എല്ലാ ഭാഗങ്ങളും ഒരേപോലത്തെ കളറിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കണം. അപ്പോഴേ നമ്മൾ ആ ഫൗണ്ടേഷൻ ഇട്ടാൽ അതിൻ്റെ നല്ലൊരു എഫക്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് സെറ്റ് ചെയ്യേണ്ട സമയത്ത് നമ്മളെ ഫേസിലെ ആ ബ്ലാക്ക് ഉള്ള ഭാഗങ്ങൾ കൂടുതലായിട്ട് ആ ബ്ലാക്ക് സ്പോട്ടുകൾ നമുക്ക് കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. അത് നമ്മൾ സെറ്റായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ബ്ലാക്ക് ഭാഗത്തിലുള്ള ഫൗണ്ടേഷൻ ആവും പെട്ടെന്ന് റിമൂവ് ആവുക. അപ്പോൾ പിന്നെ അത് കൂടുതലും ഹൈലൈറ്റ് ആയിട്ട് കാണിക്കും. അപ്പോൾ നമുക്കൊരു ഗ്രേഷ് ആയിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ ഡാർക്കായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ എല്ലാതും ഫേസിലെ എല്ലാ ഭാഗങ്ങളും ഒരേപോലത്തെ ടോണൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഫേസിൽ നമ്മൾ ഫൗണ്ടേഷൻ ആണെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ വേറെ BB ക്രീം കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഞാൻ ഒരു പൊടി, അതായത് എൻ്റെ സ്കിന്നിൻ്റെ കളറിനേക്കാളും ഒരു ഡാർക്കായിട്ടുള്ളൊരു ഷെയ്ഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ എവിടേക്കാണോ നമുക്ക് ഒരു ഡാർക്കായിട്ട് തോന്നുന്നത് ആ ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാം. അല്ലാതെ നമ്മൾ കൂടുതൽ ഇപ്പോൾ എല്ലാവരും എന്താ പറയുക ഓറഞ്ച് കറക്റ്റർ യൂസ് ചെയ്യണോ ഗ്രീൻ യൂസ് ചെയ്യണോ എന്നൊക്കെ പറയും. അതൊക്കെ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ കൂടുതലും ഡാർക്കായിട്ട് ഫീൽ ചെയ്യുക. അതൊക്കെ നമ്മൾ നോർമലായിട്ട് മേക്കപ്പ് ചെയ്യുന്നതിൽ നമ്മൾ കൂടുതൽ ഇൻക്ലൂഡഡ് ആക്കണ്ട. കാരണം നമ്മൾ സിമ്പിളായിട്ട് മേക്കപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കഴിയുന്നതും നല്ല പ്രൊഡക്റ്റ് കൊടുത്തിട്ട് സിമ്പിളായിട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ആ ഓറഞ്ച് കറക്റ്ററിന് പകരം നമ്മളെ സ്കിന്നിനേക്കാളും ഒരു പൊടി ഡാർക്കായിട്ടുള്ള ഒരു ഷെയ്ഡ് തന്നെ നമ്മൾ കൺസീലർ എടുക്കാൻ നോക്കുക. കാരണം ഓറഞ്ചൊക്കെ പെട്ടെന്ന് ചിലപ്പം നമ്മൾ നല്ല ഫൗണ്ടേഷൻ അല്ലാന്നുണ്ടെങ്കിൽ ആ ഫൗണ്ടേഷന് സെറ്റായി പോകുമ്പോൾ ഈ ഓറഞ്ചിൻ്റെ കളർ എടുത്ത് കാണിക്കും. അപ്പം നമ്മൾ കഴിയുന്നതും ഒരു പൊടി ഡാർക്കിലുള്ള ഒരു കൺസീലർ എടുത്തിട്ട് ചെയ്യുന്നതാവും നല്ലത്. അപ്പം ഞാൻ ജസ്റ്റ് എന്നത് കാണിക്കാം. ഈ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കൊടുക്കാം. കണ്ണിന്റെ താഴെ ഭാഗത്തും ഇവിടേക്ക് ഒന്ന് ജസ്റ്റ് കൊടുക്കാം. ജസ്റ്റ് ഞാൻ ബ്രഷ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. കാരണം ബ്രഷൊക്കെ എപ്പോഴും എല്ലാവരും കീപ്പ് ചെയ്യണമെന്നൊന്നുമില്ല. നമ്മൾ നോർമലായിട്ടുള്ളൊരു മേക്കപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും എല്ലാവരും ഈ ബ്രഷ് ഇപ്പോൾ സാധാരണ ഒക്കെ നമ്മൾ യൂസ് ചെയ്യണമെന്നൊന്നും
ഉണ്ടാവണം എന്നില്ല. അപ്പോൾ നമ്മൾ കഴിയുന്നതും ഏറ്റവും നല്ല ബ്ലെൻഡർ നമ്മളെ കൈയാണ്. നമ്മളെ ഫിംഗർ നല്ലപോലെ വൃത്തിയിൽ കഴുകിയിട്ട് വേണം നമ്മളെ ഫേസിൽ ഏത് പ്രൊഡക്റ്റും നമ്മൾ അപ്ലൈ ചെയ്യാൻ. അതേപോലെ നമ്മൾ കുത്തി കലക്കി നമ്മൾ ഒരിക്കലും ഫേസിലെ ഒരു പ്രൊഡക്റ്റും അപ്ലൈ ചെയ്യരുത്. കാരണം നമ്മൾ താഴെ ബേസ് കൊടുത്ത ലെയറൊക്കെ നമ്മളിത് ഇളകി പോകും. നമ്മൾ പ്രൈമറൊക്കെ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ മാക്സിമം നല്ല ലൈറ്റായിട്ട് തന്നെ ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കാം. നല്ലപോലെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തിട്ട് എവിടേക്കാണോ നമുക്ക് ആ ഡാർക്കായിട്ട് ഫീൽ ചെയ്യുന്നത് അവിടേക്ക് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ കൺസീലർ വെച്ചിട്ട് ചെയ്യാം. ഈ മൂക്കയുടെ ഈ ഭാഗത്തും അപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് വിചാരിക്കുന്നു. ഒരു ഡിഫറൻറ്റ് നമുക്ക് മനസ്സിലാവും. നമ്മൾ ആ ഡാർക്ക് ഭാഗങ്ങളും ആ സ്പോട്ടും കാര്യങ്ങളും പോകുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇവൻ എല്ലാ ഭാഗങ്ങളും ഒരേപോലത്തെ ഒരു ടെക്സ്ചർക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത കൺസീലർ ഇതാണ്, 06 ആണ്. ഞാൻ എൻ്റെ ഷെയ്ഡിനേക്കാളും ഒരു ഷെയ്ഡ് ഡാർക്കായിട്ടുള്ള ഒരു ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലത്തെ ഷെയ്ഡ് നിങ്ങളും സെയിം ഷെയ്ഡ് നിങ്ങൾ സെലക്ട് ചെയ്യരുത്. നിങ്ങളെ സ്കിൻ ടോൺ ഏതാണോ ഷെയ്ഡ് വരുന്നത് അതിനേക്കാളും ഒരു പൊടി ഡാർക്ക് നിങ്ങൾ നോക്കുക, ചെക്ക് ചെയ്തിട്ട് മാത്രം വാങ്ങുക. അല്ലാതെ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഷെയ്ഡാണ്, ഇത് എല്ലാവർക്കും മാച്ച് ആവണമെന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സ്കിൻ ടോണിൻ്റെ കളറിന് ഒരു പൊടി ഡാർക്ക് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് മാസിൻ്റെ വേറൊരു കൺസീലറാണ്. ഇത് നമ്മൾ ഇതൊരു ലൈറ്റ് ഷെയ്ഡാണ്. ഇത് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ ഫൈനലായിട്ട് ഫേസിൽ ഫൗണ്ടേഷൻ ആണെങ്കിലും BB ക്രീം ആണെങ്കിലും യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് മാസിൻ്റെ തന്നെ സെയിം പ്രൊഡക്റ്റ് തന്നെയാണ്. അതിൻ്റെ ഒരു 03 ആണ്. 03 ഡ്രീമി പീച്ച് പറഞ്ഞൊരു കളറാണ്, ഒരു ബീച്ച് ഷെയ്ഡാണ്. ഇതൊരു ലൈറ്റ് ആണ് കേട്ടോ, ലൈറ്റ് കളറാണ് ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ ഐ മേക്കപ്പിൽ നമ്മൾ കൂടുതലായിട്ടും നമ്മൾ കണ്ണിൻ്റെ മുകളിൽ കൊടുക്കേണ്ട ഒരു ലൈറ്റ് ഷെയ്ഡ്, എന്നാലേ നമ്മൾ കണ്ണിൻ്റെ മുകളിൽ കൊടുക്കുന്ന മറ്റ് പ്രൊഡക്റ്റ്, അതായത് നമ്മളെ ഐ ഷാഡോ പാലറ്റിൽ നമ്മൾ കളേഴ്സ് ഏതാണോ കൊടുക്കുന്നത് അത് കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അവിടെ കൺസീൽ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ആക്കിയിട്ട് ഒരു പൗഡർ കോട്ടിങ്ങും കൊടുത്തിട്ടാണ് നമ്മൾ അവിടുത്തെ ബേസ് കാര്യങ്ങളും കറക്റ്റ് ചെയ്യാൻ. അപ്പോൾ ഞാൻ സെയിം മാസിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഇത് വളരെ ലൈറ്റാണ്. ഇത് എൻ്റെ ഷെയ്ഡിനേക്കാളും ഒരു പൊടി ലൈറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. അപ്പോൾ ഇതാണ് നമ്മൾ കണ്ണിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നതും കണ്ണിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഈ ഷെയ്ഡാണ്. ഇത് തന്നെയാണ് നമ്മൾ ഹൈലൈറ്റ് ആയിട്ട് ഒരു ഹൈലൈറ്റർ കൺസീലറായിട്ട് യൂസ് ചെയ്യുന്നത് ഈ സെയിം പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്ത് കാണിക്കാം. കണ്ട നമ്മളെ കളറിനേക്കാളും ഒരു പൊടി ഡാർക്കിൽ. പിന്നെ നമ്മൾ പ്രൊഡക്റ്റ് ആണെന്ന് വിചാരിച്ചിട്ട് ഒന്നായിട്ട് വാരി വലിച്ച് നമ്മൾ ഒരിക്കലും ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യരുത്. നമ്മൾ മിനിമൽ ക്വാണ്ടിറ്റിയിൽ മാത്രമേ നമ്മൾ പ്രൊഡക്റ്റ് എടുക്കാൻ പാടുള്ളൂ. നല്ലപോലെ അതേപോലെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തിട്ട് ഇവിടെ ഞാൻ ബ്രഷ് യൂസ് ചെയ്യുന്നില്ല, കൈയായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്യാണ്. ഇത് ഈ കൺസീലർ ഭയങ്കര തിക്കായിട്ടുള്ള കേട്ടോ, ഭയങ്കര ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി അല്ല, ഒരു തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് മാച്ച് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങാം. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ണിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. മുകളിൽ ഇതൊരു ലൈറ്റ് ഷെയ്ഡാണ്. ഇനി ഇത് നമ്മൾക്ക് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ നമ്മളൊരു ബേസ് ആയിട്ടൊരു പൗഡർ കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഐ ഷാഡോൻ്റെ കളേഴ്സ്, നമ്മൾ ഐ ഷാഡോ പാലറ്റിൽ നിന്ന് നമ്മളൊരു കളേഴ്സ് നമ്മൾ ഇട്ട ഡ്രസ്സിന് ഏതാണോ അതിന് മാച്ച് ആയിട്ടുള്ളത് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു 2 ഷെയ്ഡ് വെച്ചിട്ട് മാത്രം നിങ്ങൾ മിനിമലായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഐ മേക്കപ്പ് കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇട്ടത് ഈ ഡ്രസ്സ് ഒരു ഓറഞ്ച് ഷെയ്ഡാണ്. അപ്പോൾ എനിക്ക് ഓറഞ്ച് ഷെയ്ഡ് മാത്രമേ എനിക്ക് കൊടുക്കാം. ഒന്നെങ്കിൽ ഗോൾഡൻ കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മളെ ഡ്രസ്സിൻ്റെ ഏതെങ്കിലും ഒരു
വർക്കിൻ്റെ ഒരു ഷെയ്ഡ് സിൽവർ ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു റോസ് ഗോൾഡിൻ്റെ ഒരു ഷെയ്ഡോ ഒരു ഗിൽറ്ററോ എന്തെങ്കിലും ആയിട്ട് ഞാൻ സിമ്പിളായിട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞി കണ്ണാണ്. അപ്പോൾ പിന്നെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്തിട്ട് കാണിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. സ്മോക്കിയായോ അങ്ങനെയൊന്നും കൊടുക്കുന്നില്ല. മിനിമലായിട്ടുള്ളൊരു മേക്കപ്പാണ്. അഫോർഡബിൾ പ്രൈസിലുള്ളൊരു മേക്കപ്പ് വേണം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ എന്നെക്കൊണ്ട് മാക്സിമം നിങ്ങൾക്ക് വാങ്ങാം കപ്പാസിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റും കാര്യങ്ങളുമാണ് ഞാൻ അതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഐ മേക്കപ്പൊക്കെ പോവാണ്. അപ്പോൾ നമുക്ക് ഐ മേക്കപ്പിൽ നമ്മൾക്കൊരു പൗഡർ കോട്ടിങ്, ഞാൻ ഐ മേക്കപ്പിന് ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ കയ്യിൽ അഫോർഡബിൾ പ്രൈസിലുള്ള ഒരു ഐ ഷാഡോ പാലറ്റ് ഇല്ല. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ളൊരു പാലറ്റ് വെച്ചിട്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. കയ്യിലുള്ള അത്യാവശ്യം എക്സ്പെൻസിലുള്ള തന്നെയാണ്. ഞാൻ എല്ലാതും കൂടിയും അഫോർഡബിൾ പ്രൈസിലുള്ള വാങ്ങിയിട്ടില്ല. നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാസിലോ അല്ലെങ്കിൽ റെവല്യൂഷൻ്റെ പാലറ്റിലോ അല്ലെങ്കിൽ സ്വിസ് ബ്യൂട്ടിയിലുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഐ ഷാഡോ പാലറ്റ് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യണമെന്നില്ല. ഈ ഐ ഷാഡോ പാലറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും കൂടെ നമ്മൾ കൊണ്ടു നടക്കൂല. അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ഒരു വലിയൊരു പാർട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കൂടുതലായിട്ട് മേക്കപ്പ് ചെയ്യുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഒരുവിധം ആരൊന്നും കണ്ണിൻ്റെ മുകളിൽ ഇങ്ങനെ ഐ ഷാഡോ ഇട്ടുകാണ്ടൊന്നും ആരും നടക്കൂല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഏതെങ്കിലും ഒരു അഫോർഡബിൾ പ്രൈസിലുള്ള ഒരു ഐ ഷാഡോ പാലറ്റിൻ്റെ ലിങ്ക് കൊടുക്കുക. അപ്പോൾ വേണ്ടവർ അത് ചെക്ക് ചെയ്തിട്ട് വാങ്ങാം. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഞാൻ ചെയ്യുന്നത്, ഇപ്പോൾ ഞാൻ ഇതിന് മുകളിൽ ഒരു പൗഡർ കോട്ടിങ് കൊടുക്കാം കേട്ടോ. ഇതിന് ഞാൻ ബ്രഷ് യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ പൗഡർ ടൈപ്പ് പ്രൊഡക്റ്റുകളാകുമ്പോൾ നമ്മൾ കൈകൊണ്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിൽക്കൂല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ പൗഡർ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് മാത്രം ഞാൻ ബ്രഷ് യൂസ് ചെയ്തത്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്നത് നമ്മളിട്ട കൺസീലർ അവിടെ ഒന്ന് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു പൗഡർ ഒന്ന് സെറ്റ് ചെയ്തത്. ഇനി നമ്മളിട്ട ഡ്രസ്സിനൊരു കളറ്. അപ്പം ഞാനിപ്പോൾ ലൈറ്റായിട്ട് ചെയ്യുന്നത് കൊണ്ട് ഞാനൊരു പിങ്ക് ഷെയ്ഡും ജസ്റ്റ് കാണുന്നുണ്ട് വിചാരിക്കുന്നു കേട്ടോ. ഒരു ലൈറ്റ് പിങ്കാണ്. പിന്നെ ഒരു ഗിൽറ്ററും മാത്രം കൊടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ കണ്ണിൻ്റെ മുകളിൽ ഒന്നായിട്ട് അപ്ലൈ ചെയ്യരുത്. നമ്മൾ ഈ കോർണറിൽ വെച്ചിട്ടൊന്നിങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു റാ പോലെ ഇങ്ങനെ വരയ്ക്കുക. നമ്മളിവിടെ ഒന്നും കൊണ്ടുപോയിട്ടൊന്നും ഒരിക്കലും നമ്മൾ ഐ ഷാഡോ കൊടുക്കരുത്. ഭയങ്കര ബോറാകും. ജസ്റ്റ് ഒന്നിങ്ങനെ കൊടുക്കുക ഇതേപോലെ. കാണാൻ പറ്റുന്നുണ്ടാവും വിചാരിക്കുന്ന ഒരു പിങ്ക് കളറാണ്. കണ്ടോ, ഈ കോർണറിൽ വെച്ചിട്ടൊന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് അവിടെ ഒന്നിങ്ങനെ കുത്തിയിട്ടൊന്ന് റൗണ്ട് ചെയ്യുക. എന്നിട്ട് പിന്നെ ഇങ്ങനെ ഒരു റാ ഷേപ്പിൽ ഇങ്ങനെ നമ്മൾ ഈ ഉള്ളിലത്തെ ഭാഗങ്ങൾക്ക് ഇങ്ങനെ വലിച്ചെടുക്കുക. അതേപോലെ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് നല്ലപോലെ ബ്ലെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഐബ്രോസ് രണ്ടും ജസ്റ്റ് ഒന്ന് പൊക്കി പിടിച്ചാൽ ഒന്നും കൂടി നമുക്ക് സ്മൂത്തായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് മുകളിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഈ ഭാഗങ്ങളിൽ. ഓക്കെ, അപ്പോൾ ഞാൻ ഐ മേക്കപ്പിൽ ഈ ഫസ്റ്റ് ലെയർ ഇട്ടു. നമുക്ക് സിമ്പിളായിട്ട് ചെയ്താൽ മതി. നമുക്ക് ഇനി ഒരു ഗോൾഡൻ ഷെയ്ഡ് എന്തെങ്കിലും ഒരു ഗിൽറ്റർ കൊടുക്കാം. അപ്പോൾ ഞാൻ ഗിൽറ്ററിന് എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഇതൊരു PSCയുടെ ഒരു ടവറാണ്, അതായത് ഗിൽറ്ററിൻ്റെ ഒരു ടവറാണ്. ഇത് യൂസ് ചെയ്യണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഐ ഷാഡോ പാലറ്റിലെ ഏതെങ്കിലും കാണുന്നുണ്ടോ, ഐ ഷാഡോ പാലറ്റിലെ ഏതെങ്കിലും ഒരു ഗിൽറ്റർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യും. അപ്പോൾ ഞാൻ ഇതിൽ ഏതെങ്കിലും ഒരു ഗോൾഡൻ ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു റോസ് ഗോൾഡിൻ്റെ ഈ ഒരു ഷെയ്ഡോ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഇത് തുറന്നാലുണ്ടാവും കേട്ടോ. ഇങ്ങനെയാണ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ഫിംഗറിലാക്കിയിട്ട് ജസ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് മാത്രം കൊടുക്കുക. അല്ലേ, ഈ ഭാഗത്തും. അപ്പോൾ നമ്മൾക്ക്
നമ്മൾ 2 ഷെയ്ഡായിട്ട് നമുക്ക് തോന്നും. ഗ്ലിറ്ററും ഉണ്ട് നമ്മളെ ഫേസിൽ, അതേപോലെ നമ്മളെ ബേസിൻ്റെ അതായത് പൗഡർ നമ്മൾ ഫസ്റ്റ് കൊടുത്ത പൗഡറിൻ്റെ മുകളിൽ ഒരു പിങ്ക് ഷെയ്ഡ് കൊടുത്തു. പിന്നെ ഈ ഒരു കോർണറിൽ മാത്രം ഒരു ഗോൾഡൻ ഷെയ്ഡ്. ഞാൻ ഗോൾഡൻ ഷെയ്ഡ് എടുക്കാൻ കാരണം നമ്മൾ ഡ്രസ്സുമ്പോൾ ഗോൾഡ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഗോൾഡൻ ഷെയ്ഡ് എടുത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ണിന് മുകളിൽ പിന്നെ നമ്മളിപ്പോൾ 2 പിന്നെ ഐ ഷാഡോ ഇട്ടു, ഗിൽറ്ററും ഇട്ടും ഒരു കളർ ഇട്ടു. ഇനി നമ്മൾക്ക് നെക്സ്റ്റ് കണ്ണ് എഴുതണം. അതേപോലെ തന്നെ നമ്മൾ ലാഷ് വെക്കുന്നില്ല. ലാഷ് ഞാൻ ജസ്റ്റ് ഒന്ന് മസ്കാര വെച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്തിട്ട് എടുക്കുകയാണ്. അതേപോലെ നമ്മൾ കണ്ണിൻ്റെ താഴെ, നിങ്ങൾ താഴെ കണ്ണ് എഴുതുന്നവരാണെന്നുണ്ടെങ്കിൽ സ്മഡ്ജ് ചെയ്യാത്ത കൺമഷി യൂസ് ചെയ്യാം. കഴിയുന്നതും താഴെ നിങ്ങൾ കണ്ണ് എഴുതാതിരിക്കുന്നതാവും ഒന്നുകൂടി ബെറ്റർ. കാരണം നമ്മൾ വിയർക്കുന്നതിനനുസരിച്ച് നമ്മൾ ആകെ സ്മഡ്ജായി, ആ കൺമഷി ആകെ സ്മഡ്ജായിട്ട് നമ്മൾ ഈ ഭാഗങ്ങളിലൊക്കെ ഈ ഇവിടെയുള്ള ഈ ലൈൻസിലൊക്കെ നമ്മൾ കൂടുതൽ ടൈം നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ണിൻ്റെ താഴെ ഒരു കറുപ്പ് കളറൊക്കെ ആയിട്ട് വരും. നമ്മൾ കൂടുതൽ ആളുകളും ഒരു പാർട്ടി കഴിഞ്ഞ് വന്നാൽ നമ്മൾ നൈറ്റൊന്നും ഫേസ് ക്ലീൻ ആക്കാതെ കിടക്കുന്നവരുണ്ട്. അവരുതിയിലൊക്കെ ഞാനിപ്പോൾ ഒരുപാട് ബ്രൈഡ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. കാരണം അവർ ഈ അണ്ടർ ഐയിൽ, അതായത് താഴെ ഭാഗത്ത് ഭയങ്കര ഡാർക്കായിട്ട് ആ സ്കിന്നിന് തന്നെ ഭയങ്കര ഡാമേജ് ആയിട്ട് നമുക്ക് തോന്നിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഡെയിലി കോളേജിൽ പോകുന്ന സമയത്ത് ചില കുട്ടികളൊക്കെ താഴെ കണ്ണെഴുതുന്ന ആൾക്കാരുണ്ടാവും. അത് നമ്മൾ കറക്റ്റ് ക്ലീൻ ചെയ്യാതെ നമ്മൾ നൈറ്റ് കിടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് അവിടെ കിടന്ന് ആ ഡാർക്ക് കിടന്ന് പിന്നെയും നമ്മൾ മോർണിംഗ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുളിച്ച് നമ്മുടെ ഫേസിൽ ഒരു പ്രൊഡക്റ്റും മര്യാദക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ മെനക്കെട്ടിരുന്നിട്ട് തന്നെ നമ്മളത് ക്ലീൻ ചെയ്തെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റും നമ്മളതിന് ക്ലിയർ ആയിട്ട് പോകൂല. അപ്പോൾ നമ്മൾ ആ കൺമഷി അവിടെ കിടന്ന് ആ സ്കിന്നിലും അതേപോലെ ആ ഭാഗങ്ങളിൽ മൊത്തം ഡാർക്കായിട്ട് ഇങ്ങനെ കാണിക്കും. അപ്പോൾ ഭയങ്കര ബോറാണ്. നമ്മൾ ഓരോ കുട്ടികളെയും മേക്കപ്പ് ചെയ്യാൻ പോകുന്ന സമയത്ത് അവർ ഫേസ് നമ്മൾ നന്നായിട്ടൊന്ന് വാച്ച് ചെയ്ത് നോക്കി നിന്നാൽ നമുക്ക് തന്നെ സങ്കടം വരും. കാരണം അവർ അത്രയും സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യണില്ല എന്നാണ് അതിനർത്ഥം. കാരണം കൺമഷി അവിടെ കിടന്ന് ചില കൺമഷികളുണ്ടാവും, നമ്മളൊന്ന് പുറത്തിറങ്ങി ഒന്ന് വെയിലൊക്കെ കൊണ്ടാലും അത് ആകെ കലങ്ങി പരന്ന് അതവിടെ പോവാതെ അങ്ങനെ നിൽക്കും. നമ്മൾ ഇനി എത്ര ടവൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ടിഷ്യൂ വെച്ചിട്ടോ തോത്തിയാലും അത് പോവാതെ അതിൻ്റെ ആ ഒരു കളറും ആ ഷെയ്ഡിങ്ങും ഇങ്ങനെ നമുക്ക് അവിടെ കാണും, ഡാർക്കായിട്ട് കാണിക്കും. അപ്പോൾ നിങ്ങൾ കഴിയുന്നതും താഴെ കണ്ണ് എഴുതാതിരിക്കുന്നതാകും എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ പറയാം, കഴിയുന്നതും താഴെ കണ്ണ് എഴുതാതിരിക്കുക. ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഏതെങ്കിലും പാലറ്റിലോ, അതായത് ഐബ്രോ പാലറ്റിലോ അല്ലെങ്കിൽ ഐ ഷാഡോ പാലറ്റിലോ നിങ്ങൾക്ക് അത്ര ഒരു പൊറുതിയേട് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളതൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്യുക. ഒരു സിമ്പിളായിട്ടുള്ള ഒരു പെൻസിൽ ടൈപ്പ് ബ്രഷ് പോലത്തെ ഒരു ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് ഒന്നൊരു ഷെയ്ഡിങ് മാത്രം കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം അത് ഒഴിവാക്കുന്നതാകും ഒന്നും കൂടി നല്ലത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഐലൈനർ ഇട്ടിട്ട് കാണിക്കാം. അത് ഫേസസ് കാനഡയുടെ ഒരു ഐലൈനറാണ്. അപ്പോൾ എനിക്ക് ഇതിൽ നോക്കിയിട്ട് എനിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് കാണിക്കാം. കണ്ണൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ എഴുതാം കേട്ടോ. അതായത് മുകളിൽ എഴുതുന്ന ഐലൈനർ നിങ്ങളെ കണ്ണിൻ്റെ ഷേപ്പ് എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഒരാൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. അതൊക്കെ മാക്സിമം നിങ്ങൾ തന്നെ വൃത്തിക്കിട്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ണ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു കണ്ണ് എഴുതിയിട്ടുണ്ട്. അതേപോലെ ഇനി മറ്റതൊന്ന് എഴുതട്ടെ. അപ്പോൾ കണ്ണ് എഴുതി. ഇനി നമുക്ക് മസ്കാര വെച്ചിട്ട് വരക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ ആദ്യം യൂസ് ചെയ്തൊരു കൺസീലർ ഇല്ല, ആ കൺസീലർ എടുത്തിട്ട് നമ്മൾ ഒന്നും കൂടി, അതായത് ലൈറ്റായിട്ട് നമ്മൾ ഈ താഴെ ഭാഗത്തും കൂടി നമ്മൾ അപ്ലൈ ചെയ്യാം. കൂടുതൽ വേണ്ട, ചെറുതായിട്ടൊന്ന് കൊടുത്താൽ മതി. നല്ലപോലെ ഒന്നിങ്ങനെ അപ്ലൈ ചെയ്തിട്ട്, കാരണം നമ്മൾക്ക് ഐ മേക്കപ്പ് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ താഴെ ഭാഗം കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് കൺസീലർ ഇട്ട് ഒരു പൗഡർ കോട്ടിങ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ താഴെ ഭാഗം കൂടി നമ്മൾ ഐ ഷാഡോൻ്റെ ഏതെങ്കിലും ഒരു ഷെയ്ഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഐബ്രോ പാലറ്റിലെ ബ്ലാക്ക് വെച്ചിട്ടോ നമ്മൾ ഫില്ലാക്കണം.
നിർബന്ധം ഉണ്ടെങ്കിൽ മാത്രം. ഇത് ഓപ്ഷണലാണ്, ഇഷ്ടമുള്ളവർ ചെയ്യാം. അല്ലാതെ ഫ്രീ ആക്കി ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ സാധാരണ ഇടാറില്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ കൺസീലർ നമ്മൾ താഴെ ചെയ്തു. ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു പൗഡർ കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു പൗഡർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മുകളിൽ ഇവിടെ കൊടുത്ത ആ ഒരു പൗഡർ തന്നെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം. പ്രൊഡക്റ്റ് സെയിം കളർ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിൽ കാണാത്ത കേട്ടോ. ഓക്കെ, നല്ലപോലെ ഒന്ന് അപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ അത് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് താഴെ നമ്മൾ മുകളിൽ കൊടുത്ത അതേ ആ ഒരു പിങ്ക് ഷെയ്ഡ് നമുക്ക് താഴെ വേണമെങ്കിൽ വരക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബ്രൗൺ ഷെയ്ഡ് വരക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഐ ഷാഡോ പാലറ്റിൽ ആ ബ്ലാക്ക് ഷെയ്ഡ് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്തിട്ട് ഒന്നിങ്ങനെ ഒരു ലൈറ്റ് ഷെയ്ഡ്, ഒരു പൊറുതിയേടിന് മാത്രം. അല്ലാതെ നിങ്ങൾ ഒരിക്കലും പോയി കാജൽ എഴുതരുത്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇത് ഭയങ്കര ബോറാണ് കേട്ടോ. അപ്പോൾ ഐ മേക്കപ്പും കൂടി ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഫേസിലെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഇതുപോലത്തെ ഒരു പെൻസിൽ ടൈപ്പ് ബ്രഷ് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യാം, ഞാൻ ആദ്യം ചെയ്തൊരു കളർ ഉണ്ടല്ലോ, ആദ്യം ചെയ്ത ആ കളർ ഞാൻ ജസ്റ്റ് കണ്ണിൻ്റെ താഴെ നിന്ന് കൊടുക്കാം. ലൈറ്റായിട്ട് ചെയ്യണുള്ളൂ കേട്ടോ. കാരണം ഞാൻ പറഞ്ഞു, ഞാൻ കൂടുതൽ ചെയ്യാത്ത ആളാണ്. ഞാൻ കണ്ണിൻ്റെ താഴെ ഒന്നും കൂടുതൽ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാറില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിനെ അങ്ങനെ ഇടരുത്. നമ്മൾ അതിനെ നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ആക്കി കൊടുക്കണം. ഇട്ട പ്രൊഡക്റ്റിനെ നമ്മൾ നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ആക്കി കൊടുക്കണം. അതേപോലെ ഓക്കെ, കണ്ടോ? അപ്പോൾ നമ്മളെ കണ്ണിൻ്റെ ആ ഷേപ്പ് നല്ല വൃത്തിയിലായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ബ്ലാക്ക് ഒന്ന് സ്മഡ്ജ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു കളറ് കൊടുക്കുക. അപ്പോൾ നിങ്ങളെ ഐ ഷാഡോൻ്റെ പാലറ്റിൽ ഒരു ബ്ലാക്ക് കളറിൻ്റെ ഏതെങ്കിലും ഒരു ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഭാഗത്തും ഒരു പൊടിക്ക് ഡാർക്ക് കൊടുക്കുക. ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കൂടുതലും നമ്മൾ ഈ കോർണറിലേക്ക് കൊണ്ടുവരരുത്. ഈ ഭാഗത്ത് മാത്രം ജസ്റ്റ് ഒന്നിങ്ങനെ സ്മഡ്ജ് ചെയ്തെടുക്കുക. ഇവിടെയും അതുപോലെ തന്നെ നമ്മൾ മുന്നേ ചെയ്തു, ജസ്റ്റ് ഒന്ന് ഷെയ്ഡാക്കിയെന്നുള്ളൂ. അപ്പോൾ നമ്മളെ ഐ മേക്കപ്പ് ഏകദേശം കഴിഞ്ഞു. ഇനി നമ്മൾക്ക് നെക്സ്റ്റ് നമ്മളെ ഫേസിൽ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു ഫൗണ്ടേഷന് പകരം ഞാൻ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചു, ഞാൻ കേട്ടിട്ടുണ്ട് BB ക്രീം യൂസ് ചെയ്യാൻ പറ്റുമോ, ഫൗണ്ടേഷന് പകരം BB ക്രീം യൂസ് ചെയ്യാൻ പറ്റുമോ. ഫൗണ്ടേഷൻ നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നതല്ല. അപ്പോൾ ഞാനിവിടെ ഈ മേക്കപ്പിന് ഞാൻ യൂസ് ചെയ്യുന്നത് സെയിം മാസിൻ്റെ ഒരു BB ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഏതൊരു ലൈറ്റ് ഷെയ്ഡാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഇപ്പം യൂസ് ചെയ്ത് കാണിക്കുന്നത്. ഫൗണ്ടേഷൻ നമ്മളെല്ലാവരും നിങ്ങളെ സ്കിൻ ടോണിനനുസരിച്ചുള്ള ഫൗണ്ടേഷൻ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, അത് ചെയ്യണമെങ്കിൽ അത് ചെയ്യുക. അതായത് നമ്മൾ സ്കിൻ ടോണിനേക്കാളും ഒരു പൊടി ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് എടുക്കുക. ഓവർ ലൈറ്റ് ആവരുത്. ഒരു പൊടി ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് എടുത്തിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ. അതായത് നിങ്ങൾ സ്കിൻ ടോണിന് മാച്ച് ആവേണ്ടത് മാത്രം നിങ്ങൾ ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഈ ഒരു BB ക്രീം വെച്ചിട്ടാണ്. അപ്പോൾ ഇതും അഫോർഡബിൾ പ്രൈസിലുള്ള ഒരു BB ക്രീമാണ്. ഒരു 300 ആ ഒരു റേറ്റിലുള്ള. ഞാനിപ്പോൾ കാണിച്ച എല്ലാ പ്രൊഡക്റ്റും 500-ന് താഴെയുള്ള പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ ഇതും അതുപോലെ തന്നെയാണ്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങളെ സ്കിൻ ടോണിന് മാച്ച് ആയിട്ടുള്ളൊരു ഷെയ്ഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇപ്പം നമ്മൾ പ്രൊഡക്റ്റ് മാക്സിമം കുറച്ച് നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. കൂടുതൽ പ്രൊഡക്റ്റ് ഇട്ടിട്ട് നമ്മളൊരു പൊട്ടിയടിച്ച ഫീൽ ഒരിക്കലും നിങ്ങൾ മേക്കപ്പ് ലുക്കിൽ എടുക്കരുത്. പ്രത്യേകിച്ച് നമ്മൾ സിമ്പിളായിട്ട് മേക്കപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കഴിയുന്നതും
കുറച്ച് പ്രൊഡക്റ്റ് എടുത്തിട്ട് വേണം നിങ്ങൾ മേക്കപ്പ് ചെയ്ത് പഠിക്കാനാണെങ്കിലും അതുപോലെ തന്നെയാണെങ്കിൽ നിങ്ങൾ ചെയ്യാനാണെങ്കിലും ഒരു നാച്ചുറൽ ലുക്ക് ആവണം. നമ്മളെ കണ്ടാൽ നമ്മൾ മേക്കപ്പ് ഇട്ടൊരു നോ മേക്കപ്പ് ലുക്കിലേക്ക് നമ്മൾ വരുത്തണം. അപ്പോൾ അതുകൊണ്ട് ഓവർ പ്രൊഡക്റ്റ് ഇട്ടിട്ട് ഫേസ് മൊത്തം കൊളാക്കരുത്. അപ്പോൾ പിന്നെ എനിക്ക് എപ്പോഴും പറയാനുള്ളത്, ഫേസിൽ എപ്പോഴും മേക്കപ്പ് ഇടുമ്പോൾ നല്ല പ്രൊഡക്റ്റുകൾ മാത്രം യൂസ് ചെയ്യുക. ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ കാണിക്കുകയാണ്. അതല്ലാതെ പേഴ്സണലി എനിക്ക് തീരെ താല്പര്യമില്ല. ഈ ബഡ്ജറ്റ് കുറഞ്ഞൊരു നമ്മളുണ്ടല്ലോ 50% ഓഫർ എന്ന് കാണുമ്പോൾ നമ്മൾ ഓടിച്ചെന്ന് നമ്മൾ ആ പ്രൊഡക്റ്റ് വാങ്ങാതെ അത് അത്ര ഒരു റേറ്റിന് കൊടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു രഹസ്യം ഉണ്ടാവും. അത് അത്രക്കും ലോ ക്വാളിറ്റിയുള്ളൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് 50% ഓഫറിലും അല്ലെങ്കിൽ 20% ഓഫറിലൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ കഴിയുന്നതും അതിൻ്റെ ഡേറ്റും കാര്യങ്ങളും എക്സ്പയറി ഡേറ്റൊക്കെ നോക്കിയിട്ട് അതിൽ കണ്ടൻറ്റൊക്കെ വായിച്ചിട്ട് നിങ്ങളെ സ്കിന്നിന് ഏതാണോ ബാലൻസ് ചെയ്തിട്ട് നല്ലപോലെ നിർത്താൻ പറ്റണേ അങ്ങനത്തെ പ്രൊഡക്റ്റുകൾ മാത്രമേ യൂസ് ചെയ്യുക. അല്ലാതെ ലോ പ്രൊഡക്റ്റ് പോയിട്ട് ആരും പോയിക്കാണ്ട് ഓടിച്ചെന്ന് വാങ്ങരുത്. അപ്പോൾ ഞാനിപ്പോൾ ഫേസിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ആക്കാം. ഞാൻ ഇവിടെ കൈ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. കൈ യൂസ് ചെയ്യേണ്ടവർക്ക് യൂസ് ചെയ്യാം. ഞാൻ എൻ്റെ കയ്യിൽ മുന്നേ ചെയ്ത പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഒന്നായിട്ട് കലങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രഷ് എടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് അപ്ലൈ ചെയ്യാം. നല്ല സ്മൂത്തായിട്ട് വേണം നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കൊണ്ടുപോകാൻ. എവിടെയും കട്ട പിടിക്കാതെ എല്ലായിടത്തും ഒരേപോലത്തെ ലെയറിൽ വേണം നമ്മളെന്ത് ബ്ലെൻഡ് ആക്കിയിട്ട് എടുക്കാൻ. ഇപ്പോൾ ഫേസിലും മൊത്തമായിട്ട് ഇട്ടിട്ടുണ്ട്, നെക്കിലും ഇട്ടിട്ടുണ്ട്. കുഴപ്പമില്ല കേട്ടോ. BB ക്രീം നല്ലൊരു, എനിക്ക് തോന്നുന്നു ഒന്നും കൂടി നല്ല പോലെ തന്നെ ഫേസ് കവർ ചെയ്ത് നിൽക്കുന്നുണ്ട്. നമ്മൾ മുന്നേ കൺസീലറൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഒന്നും കൂടി ഫൗണ്ടേഷൻ്റെ അതേപോലത്തെ ഒരു ഫീല് കിട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ BB ക്രീം വേണം ഇഷ്ടപ്പെടുന്നവർ വാങ്ങിക്കോ. മാസിൻ്റെ BB ക്രീം കുഴപ്പമില്ല, നല്ലതാണ്. നമ്മൾ ടെസ്റ്റ് ചെയ്യാതെ നമ്മൾ നോക്കാതെ നമ്മൾ ഒരിക്കലും ഒരാളോട് നമ്മൾ ആ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് നമ്മൾ അത് വാങ്ങാം അത് നല്ലതാണെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. നമ്മൾ ടെസ്റ്റ് ചെയ്ത് നമുക്ക് ഓക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പം ഞാൻ ഒരു BB ക്രീം യൂസ് ചെയ്യണം, കാരണം എനിക്ക് ഒരുപാട് കമൻറ്റ് വരുന്നതുകൊണ്ടും അതേപോലെ പേഴ്സണലി ചോദിച്ചുകൊണ്ടും ഇത് യൂസ് ചെയ്യണമെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത് സെലക്ട് ചെയ്തത്. ഇട്ട് നോക്കുമ്പോൾ നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ അത് അതിൽ കാണിക്കാനും കാരണം അത് തന്നെയാണ്. നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. ഇട്ടിട്ടൊരു ഫൗണ്ടേഷൻ്റെ അതേപോലത്തെ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല ഷെയ്ഡ്, നിങ്ങൾക്ക് മാച്ച് ആയിട്ടുള്ള ഷെയ്ഡ് മാത്രം നിങ്ങൾ ചൂസ് ചെയ്യുക. BB ക്രീം നമ്മൾക്ക് യൂസ് ചെയ്യൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫൗണ്ടേഷൻ്റെ ഷെയ്ഡ് നമ്മൾ എങ്ങനെയാണോ തിരഞ്ഞെടുക്കുന്നത് അതേപോലെ തന്നെ BB ക്രീമിൻ്റെ ഷെയ്ഡും നമുക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ ഫേസ് ഓൾമോസ്റ്റ് ഫിനിഷായി. ഇനി നമ്മൾക്ക് ജസ്റ്റ് ഒരു ഹൈലൈറ്ററും കാര്യങ്ങളും അതേപോലെ ഒരു ബ്ലഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്ലഷ് കോണ്ടോർ ചെയ്യുന്നവർക്ക് ഞാനിപ്പോൾ കോണ്ടോർ ചെയ്യുന്നില്ല, ചെയ്യണം എന്നുള്ളവർക്ക് കോണ്ടോർ ചെയ്യാം. ഒന്നിപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുമെന്ന് എനിക്കറിയില്ല. എല്ലാവരും എപ്പോഴും ചെയ്യാൻ ഞങ്ങളൊക്കെ കൂടുതലും ബ്രൈഡ്സിനാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്ററും ചെയ്യുന്നുണ്ട്, അതേപോലെ ഒരു ബ്ലഷും. അപ്പം ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്ന ബ്ലഷ്, അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഇവിടെ കാണിക്കുന്നത് 2 ബ്ലഷ് ഉണ്ട് കേട്ടോ. അത് എക്സ്പെൻസ് ഉള്ളതാണോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. നമ്മൾക്ക് ഒരു 1000-ന്റെ ആ ഉള്ളിൽ നമുക്കൊക്കെ വാങ്ങാൻ പറ്റുന്ന ഒരു ബ്ലഷാണ് ഇത് വരുന്നത് ഫോറെവർ 52-ന്റെ ജ്യൂസി ചീക്സ് എന്ന് പറഞ്ഞ ഒരു ലിക്വിഡിൻ്റെ ബ്ലഷാണ്. അതേപോലെ ഇത് വരുന്നത് കിറോൻ്റെ ഒരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഏത് യൂസ് ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെ കേട്ടോ, എന്നിട്ട് ഞാൻ കാണിക്കാം. ഇത് വരുന്നത് ഫോറെവർ 52-ന്റെ ഒരു ഷെയ്ഡാണ്. ഇതിങ്ങനെ ഒരു ഓറഞ്ച് കളറാട്ടോ വരുന്നത്. ഓറഞ്ച് ജസ്റ്റ് ഒന്ന് സ്മഡിച്ച് ആക്കാം. ഇങ്ങനെയുള്ളൊരു ഷെയ്ഡ് വരും. കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ഒരു ഷെയ്ഡ് വരും, ഒരു പീച്ച് കളറിൽ വരും. നമ്മൾക്ക് കിറോൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് ഇതിങ്ങനെ വരും. ഇങ്ങനെ ഒരു സ്റ്റിക്കാണ്. നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം, പൊക്കാം. ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾക്ക് അത് ബ്ലെൻഡ് ചെയ്ത് വരുമ്പോൾ ഏകദേശം രണ്ടും ഒരേപോലത്തെ ഒരു ഷെയ്ഡ് തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നു കേട്ടോ.
ഇതും ഒരു ബ്ലെൻഡ് ചെയ്ത് ഇങ്ങനെ കാണുമ്പോൾ ഒരു പിങ്ക് ആണെന്നുണ്ടെങ്കിലും ഇത് ബ്ലെൻഡ് ചെയ്ത് വരുമ്പോൾ ഒരു പീച്ച് ഷെയ്ഡിലൊക്കെ വരുന്നുണ്ട്. ഇതും അതേപോലെ തന്നെ ഇതിനേക്കാളും ഒന്നും കൂടി സ്മൂത്ത് ഇതാണ് ഈ ഫോറെവർ 52ൻ്റെ ഈ ഒരു ബ്ലഷാണ്. അപ്പോൾ ഞാൻ ഇതിലിപ്പോൾ ഞാൻ ഇന്ന് സെലക്ട് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഈ ഒരു പീച്ച് ഷെയ്ഡ് ഇടാം. അതായത് നമ്മളെ ഡ്രസ്സ് ഒരു പിങ്ക് അല്ല, നമ്മളതൊരു ഓറഞ്ച് ഷെയ്ഡാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഡയറക്റ്റ് പോയി അപ്ലൈ ചെയ്യുന്നില്ല, അഥവാ നമ്മൾക്ക് ബ്ലഷൊക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബോറാകും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചിരിച്ചിട്ട് നമ്മൾ ഈ ചീക്ക് ഈ ഭാഗങ്ങളിൽ വേണം നമ്മൾ കൊടുക്കാൻ. കുഴപ്പമൊന്നുമില്ല, നല്ല കളർ തന്നെയാണ്. ഡയറക്റ്റ് കാണാൻ എനിക്ക് നല്ല ഇഷ്ടമായി, കുഴപ്പമൊന്നുമില്ല. നമ്മളെ മൂക്കിൻ്റെ ഈ അറ്റ ഭാഗം ജസ്റ്റ് ഇവിടെ കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെയും ഈ രണ്ട് ഭാഗത്തും ജസ്റ്റ് ഒന്ന് ബ്ലഷ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ബ്ലഷ് അപ്ലൈ ചെയ്തു. ഫോറെവർ 52ൻ്റെ ബ്ലഷാണ് ഞാനിപ്പോൾ അപ്ലൈ ചെയ്തത്. കുഴപ്പമൊന്നുമില്ല, നല്ലൊരു ഷെയ്ഡ് തന്നെയാണ്. നമ്മളിവിടെ ടെസ്റ്റ് ചെയ്തത് ഈ ഒരു ഷെയ്ഡാണ് നമ്മൾ അപ്ലൈ ചെയ്തത്. ഇതും ഏകദേശം ഇതേപോലത്തെ ഒരു ഷെയ്ഡ് തന്നെയാണ്, എങ്കിലും ഇതാണ് ഞാൻ അപ്ലൈ ചെയ്തത്. ഇതൊന്നും കൂടി എനിക്ക് തോന്നുന്നു നല്ല സ്മൂത്തി ആയിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ നല്ല സ്മൂത്ത് ഉണ്ട്. അപ്പോൾ ഇതാണ് ജസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്ത്. ഇനി നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്ന ഒരു ഹൈലൈറ്റർ ഇവിടെ ഉള്ളത് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് എൻ്റെ കയ്യിലിപ്പോൾ ഒരു മാക്കിൻ്റെ സ്ട്രോബ് ക്രീം ഉണ്ട്. അതേപോലെ തന്നെ ഒരു ഹൈലൈറ്ററിൻ്റെ ഇങ്ങനത്തെ ഒരു പാലറ്റ് ഉണ്ട്. ഇത് ഞാൻ ബ്രൈഡ്സിന് യൂസ് ചെയ്യുന്നതാണ്. പേഴ്സണലി ഞാൻ യൂസ് ചെയ്യുന്നത് ഇത്തിരി എക്സ്പെൻസ് കൂടിയതാണ്, അപ്പോൾ ഞാൻ അത് കാണിക്കുന്നില്ല. ഇത് കുഴപ്പമില്ല, നിങ്ങൾക്ക് വാങ്ങാം. ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻവൈബിൻ്റെ അതേപോലെ റെവല്യൂഷനിലും പിന്നെ സ്വിസ് ബ്യൂട്ടിയിലും അങ്ങനെ ചെറിയ ബ്രാൻഡിൽ മാസിലൊക്കെ നമ്മൾക്ക് ഹൈലൈറ്ററും ഇലുമിനേറ്റർ ആയിട്ടുള്ള ഹൈലൈറ്ററൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആമസോണിലും നൈക്കിലും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ ഇടാൻ പോകുന്നത് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് മാക്കിൻ്റെ ഈ സ്ട്രോബ് ക്രീമാണ്. നമ്മൾ കൂടുതലും പൗഡർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഈ പൗഡറിൻ്റെ ഈ ഹൈലൈറ്റർ ഞാൻ യൂസ് ചെയ്യുന്നില്ല, അതിന് പകരം ഞാൻ ഈ സ്ട്രോബ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ കയ്യിലെടുത്തിട്ട് നമ്മൾ ഹൈലൈറ്റർ ആയിട്ടുള്ള പോയിന്റിൽ, അതായത് നമ്മൾ ഈ നോസിൻ്റെ ഭാഗത്തും ഇവിടെയും ഇതേപോലെ ഈ ഭാഗത്ത് നമ്മൾ അപ്ലൈ ചെയ്യും. നമുക്ക് നല്ലപോലെ ഗ്ലോ കിട്ടും കേട്ടോ. ഈ മാക്കിൻ്റെ സ്ട്രോബ് ക്രീം പൊളിയാണ്. ഞാനത് വാങ്ങിച്ചിട്ട് കുറേ ആയി. ഞാൻ ഇടയ്ക്കൊക്കെ ഞാൻ പുറത്ത് പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യും. നമ്മൾ തിരിച്ചു വരുമ്പോഴും ആ ഒരു ഗ്ലോ നമുക്ക് ഉണ്ടാകും. അതേപോലെ നമ്മുടെ നെറ്റിയുടെ ഈ ഐബ്രോൻ്റെ മുകൾ ഭാഗത്തും ജസ്റ്റ് ഒന്ന് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മൾ ഹൈലൈറ്റർ മാക്കിൻ്റെ ആണ് യൂസ് ചെയ്തത്. അഫോർഡബിൾ ആണോ എന്ന് ചോദിച്ചാൽ കൂടുതൽ അഫോർഡബിൾ അല്ല. നിങ്ങൾക്ക് വേണമെന്നുള്ളതിൽ ഞാൻ പറഞ്ഞല്ലോ, ഫ്ലിപ്കാർട്ടിലും നൈക്കിലും നിങ്ങൾ ചെക്ക് ചെയ്യുക. അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സ്ട്രോബ് ക്രീം ഏതെങ്കിലും എൻവൈബിൻ്റെയോ അല്ലാന്നുണ്ടെങ്കിൽ മാസിൻ്റെ തന്നെ ഉണ്ട് നമുക്ക് സ്ട്രോബ് ക്രീം, ഒരു ഗോൾഡൻ ഷെയ്ഡിലുള്ളതൊക്കെ ഉണ്ട്.
പറ്റുന്നവർ അത് വാങ്ങണമെങ്കിൽ അത് വാങ്ങാം. അതല്ല മാക്കിൻ്റെ നിങ്ങൾക്ക് കുഴപ്പമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും വാങ്ങാം, നിങ്ങളിഷ്ടം പോലെ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാൻ ഹൈലൈറ്ററും യൂസ് ചെയ്തു. നമ്മൾ കൂടുതൽ പൗഡറിൻ്റെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ ഞാൻ ചൂസ് ചെയ്തത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൗഡർ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നമ്മൾക്ക് അപ്ലൈ ചെയ്യാനുള്ളത് ലിപ്സ്റ്റിക്കാണ്. ഞാൻ മുന്നേ ചെയ്തൊരു വീഡിയോയിൽ ഞാൻ യൂസ് ചെയ്തത് നാസിൻ്റെ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കും അതേപോലെ ലോറിയൽ പാരീസിൻ്റെ ഒരു 116ൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ലോറിയൽ പാരീസിൻ്റെ ഈ 116 ആണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് തോന്നുന്നു. എക്സ്പ്ലോർ എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണിത്. അപ്പോൾ വേണമെന്നുള്ളവർ നിങ്ങൾ നൈക്കയിൽ പോയാൽ നിങ്ങൾക്ക് ലോറിയൽ പാരീസിൻ്റെ നിങ്ങൾക്ക് കിട്ടും. 116 ആണ്. അപ്പോൾ ഇത് നല്ല ഷെയ്ഡാട്ടോ. നമ്മളെ നാച്ചുറലായിട്ട് നമ്മളെ ലിപ്പിനെ നാച്ചുറലായിട്ട് കാണുന്ന ആ കളർ തന്നെയാണ്. ഞാനും ഇതിപ്പോൾ സെക്കൻഡ് ബോട്ടിലാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ പിന്നെ നാസിൻ്റെ ആ ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക് അതിൻ്റെ ഷെയ്ഡ് ഞാൻ ഓർക്കുന്നില്ല, അതൊരു ബ്രൗൺ ഷെയ്ഡാണ്. അത് അത്യാവശ്യം എക്സ്പെൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കുഴപ്പമില്ലാത്തൊരു റേറ്റ് ആണെന്ന് തോന്നുന്നു. ഒരു 800 ആ ഒരു ലെവലാണെന്ന് തോന്നി. ഒരുപാട് മുന്നെയാണ് വാങ്ങിയത്, അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് അതിൻ്റെ പ്രൈസ് പറയാൻ പറ്റൂല. അപ്പോൾ നൈക്കിൽ ചെക്ക് ചെയ്താൽ അതേപോലെ ആമസോണിലും അവൈലബിൾ ആകും. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ലിപ്സ്റ്റിക്ക് വരുന്നത്, ലോറിയൽ പാരീസിൻ്റെ എക്സ്പ്ലോർ 116. ലിപ്സ്റ്റിക്ക് ഇടുന്നതിൻ്റെ മുന്നേ നിങ്ങൾക്ക് ലിപ് ലൈനർ വെച്ചിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളെ ലിപ്പിനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ലിപ്പൊന്ന് ലൈൻ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റ് നമ്മൾ ഫേസിൽ ഇടുമ്പോൾ നമ്മൾ ടോട്ടലി നമ്മൾ ഒന്നായിട്ട് ഫേസ് മൊത്തം നമ്മൾ ബ്ലെൻഡ് ചെയ്യേണ്ട സമയത്ത് നമ്മളെ ലിപ്പിൻ്റെ ആ ഷേപ്പും കാര്യങ്ങളൊക്കെ ഫൗണ്ടേഷനോ ഇട്ടോ അല്ലെങ്കിൽ ഈ നമ്മൾ ഇട്ട പ്രൊഡക്റ്റ് ആയിട്ട് കവർ ചെയ്ത് പോകും. അപ്പം നമ്മൾക്ക് കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഫസ്റ്റ് ലിപ്പ് ലൈനർ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് വെച്ചിട്ട് നല്ലോണം ലിപ്പ് ഫുൾ കവറാക്കുക. അപ്പോൾ ഞാൻ മസ്കാര ഇട്ടിട്ടുണ്ട്. ഞാൻ ഇട്ടിട്ടുള്ളത് പിന്നെ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു മസ്കാരയാണ്, ബ്ലാക്ക്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒത്തിരി ഇഷ്ടമായി. നമ്മളൊരു ലാഷ് വെച്ചൊരു ഫീൽ ഉണ്ട് കേട്ടോ അത്. അപ്പോൾ ഇതാണ് നമ്മളെ മൊത്തത്തിലുള്ളൊരു ഐ മേക്കപ്പ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ഐ മേക്കപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്റ്റ് കാണിക്കാം. അപ്പോൾ നമ്മൾ ഫേസിലെ മേക്കപ്പ് ഓൾമോസ്റ്റ് ഫിനിഷായി. നമുക്ക് ലാസ്റ്റിന് ഫൈനലായിട്ട് നമുക്ക് സെറ്റിംഗ് സ്പ്രേ, അതായത് ഞാൻ ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഫേസസ് കാനഡയുടെ അൾട്ടി പ്രോ മേക്കപ്പ് ഫിക്സറാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾക്കൊന്ന് ഓക്കെ ജസ്റ്റ് ഒന്ന് നല്ല പോലെ ഒന്ന് എടുക്കാം. ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയോളം ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ നിങ്ങൾ ചോദിച്ച പോലത്തെ ഒരു മേക്കപ്പ് ഞാനിപ്പോൾ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ ഫേസിലടിച്ച ഈ ഒരു സെറ്റിംഗ് സ്പ്രേ നല്ലപോലെ ഒന്ന് അബ്സോർബ് ചെയ്യോളം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. നല്ലോണം ഡ്രൈ ആവണം, എന്നാലേ നമ്മൾ മേക്കപ്പ് പിന്നെ അവിടെ ലാസ്റ്റ് ചെയ്ത് നിൽക്കുള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ നമ്മൾ എല്ലാ മേക്കപ്പും കഴിഞ്ഞ് നമുക്ക് ഫൈനലായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഹിജാബ് ചെയ്തിട്ട് ഒന്ന് കാണിക്കാം. ഓക്കെ, കണ്ടോ, ഞാൻ ഇട്ട മാക്കിൻ്റെ ആ സ്ട്രോബ് ക്രീമിൻ്റെ ആ ഒരു ഗ്ലോ നിങ്ങൾക്കിതിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ലൈറ്റ് ഇടുമ്പോൾ നിങ്ങൾക്ക് അത്ര ക്ലിയർ ആയിട്ട് ചിലപ്പോൾ കാണുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് കാണിക്കുന്നത്. ഈ ഒരു ഭാഗങ്ങൾ നമ്മൾ ഈ ഐബ്രോൻ്റെ ഭാഗങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഈ ഭാഗം ഈ ചീക്കിൻ്റെ ബ്ലഷിൻ്റെ മുകളിൽ നമ്മൾ ഹൈലൈറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു ഗ്ലോ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നിൽക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ ചെയ്ത നിങ്ങൾക്ക് ഇതിൽ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ചെയ്ത മേക്കപ്പ് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഡയറക്റ്റ് ഈ ഒരു ലൈറ്റിൻ്റെ ഒരു ഓഫിൽ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ഫുൾ കവറായിട്ട് തന്നെ നമ്മളിട്ട എല്ലാ പ്രൊഡക്റ്റും
നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഹിജാബ് ഞാൻ ഓൾറെഡി ചുറ്റിയിട്ടുണ്ട്. അപ്പോൾ ഷോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് വെയർ ചെയ്യാം. ഒരു സൈഡാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡൊക്കെ ഇടാം, അതല്ല രണ്ട് സൈഡിലും നിങ്ങൾ നോർമലി ഇങ്ങനെ ഇടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഹിജാബ് ഇട്ടിട്ട് ഇങ്ങനെ ഷാൾ വെയർ ചെയ്യാം. അത് നിങ്ങളെ ചോയ്സാണ്. പ്രൊഡക്റ്റ് നമ്മൾ അതിലെടുത്തെടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കഴിയുന്നവരും ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ നൈക്ക, ആമസോൺ, ഫ്ലിപ്കാർട്ട് അങ്ങനെ ഇതിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ നോക്കുക. പിന്നെ ഇപ്പോൾ എന്താ, അപ്പോൾ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക, ഫുള്ളായിട്ട് കാണുക. എന്തെങ്കിലും കമൻറ്റോ ഫീഡ്ബാക്കോ എന്തെങ്കിലും നിങ്ങൾക്ക് എന്നോട് സംശയങ്ങളായിട്ട് ചോദിക്കാണ്ടെങ്കിലോ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തതിൽ വലിയ മിസ്റ്റേക്കോ കാര്യങ്ങളോ അതോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് കമൻ്റ് ആക്കാൻ മറക്കരുത്. അതേപോലെ മുന്നത്തെ വീഡിയോ അത്യാവശ്യം നല്ലപോലെ തന്നെ വ്യൂവേഴ്സ് കണ്ടിട്ടുണ്ട്. കണ്ടവർക്ക് എല്ലാവർക്കും എൻ്റെ ഒരു ബിഗ് താങ്ക്സ്. അപ്പോൾ ഇനിയും മുന്നോട്ടുള്ള വീഡിയോസ്, നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് എങ്ങനെയാണ്, ഏത് വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതും നിങ്ങൾ എനിക്ക് കമൻറ്റിലൂടെ പറയണം. അപ്പോൾ ഇൻഷാ അല്ലാ നമ്മൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.